Hi friends, Namaste. ഇപ്പോൾ ജപ്പാനിൽ വരുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ജപ്പാനിൽ കുറച്ച് വായിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹിരോഷിമ നാഗസാക്കി പഠിച്ചിട്ടുണ്ടല്ലാതെ ഒരു കാരണവശാലും ഇവിടെ വരുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഓസ്ട്രേലിയയിലായിരുന്നപ്പോഴാണ് ബിന്ദു വിളിച്ചിട്ട് പറഞ്ഞടി ഇങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ തന്നെ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. So here we are. The one behind our people are the Gentoco Dome, the only remaining piece of the atom bomb in 1945 at the morning of 8:15. This is how Hiroshima was before the atom bomb. പ്രായഭേദമന്യേ എനിക്ക് അത് എൻജോയ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെ പറയാണ്. ഒരു മകനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ, ഒരു സഹോദരനെ പോലെ കണ്ടുകൊണ്ട് നമ്മളെ പരിഗണിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ യാത്രകൾ തുടങ്ങി വരുന്നേ ഉള്ളൂ. ഇനി മുന്നോട്ട് ഉള്ള യാത്രകളിൽ തീർച്ചയായും GNS നമ്മുടെ ഒരു ഭാഗമായിരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. പിന്നെ അതോ These are our ladies of the group. അല്ലേ, എല്ലാവരും ഏറെക്കുറെ പ്രധാനപ്പെട്ട ഓരോ പദവികളിൽ നിന്ന് വന്ന് ഇപ്പോൾ ഇതാ നല്ലൊരു വിശ്രമ ജീവിതത്തിൽ എൻജോയ് ചെയ്യുന്നു. ജപ്പാൻ ടൂർ. കേൾക്കുന്നുണ്ട്, എല്ലാവരും പറയും കേൾക്കുന്നുണ്ടോ? നളിന എന്ന ഒറ്റ പേര് മാത്രമാണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ചത്. നേരത്തെ ഓർമ്മിപ്പിച്ച മാതിരി ഞാൻ 1998 നളിനെ പരിചയപ്പെടുന്നതും ഒരു ക്രൂസിന് വേണ്ടി SOTCയിൽ പോയിട്ട് നളിന എനിക്ക് അതിനുള്ള ഞങ്ങൾക്ക് ചെയ്തു തന്നതും പിന്നെ എല്ലാവരും ഇത്രയും പേരെ പരിചയപ്പെടാനും ഒക്കെ നന്നായി. എൻ്റെ ഒരുപാട് പേര് എന്നെ കൈപിടിച്ച് എന്നെ സഹായിച്ചു. പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ഇറക്കുമ്പോഴും കയറ്റത്തിൽ ഇറക്കത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നതും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതും നമ്മുടെ വീട്ടിലെ എല്ലാ വീട്ടിലും അമ്മമാർക്കായിരിക്കും. കാരണം എല്ലാം കൺട്രോൾ ചെയ്യുന്നതും എല്ലാത്തിലും കണ്ണുള്ളതും അവരുടെ ആയിരിക്കും. എനിക്ക് തോന്നിയത് നളിന മാഡത്തിന്റെ റോൾ അതായിരുന്നു. Very well organized and very crisp tour. I really enjoyed it. I like the way it was handled, the room service, the wonderful food. group കഴിക്കുകയാണ്. different items. അപ്പം and then they have എന്തോ വലിയൊരു ഭർത്തതുണ്ട്, പിന്നെ വേറെ സാധനമുണ്ട്, സലാഡുണ്ട്, അങ്ങനെ കുറേ സാധനം. ചോറുണ്ട്. ചോറ് എവിടെ പോയി? ചോറ് കഴിഞ്ഞോ? ആ ചോറിലെ അതിട്ടിട്ട് കഴിക്കാം, നല്ല രസം. അറിയോ? കുറേ മാസത്തെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് വന്നത്. പക്ഷെ എപ്പോഴും പറയുന്ന പോലെ ട്രിപ്പ് അങ്ങ് വരും, അത് പെട്ടെന്ന് കഴിക്കും. അതുപോലെയാണല്ലോ നമ്മുടെ ജീവിതം പോലെയാണല്ലോ. മാഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാഡം ആദ്യം ഞാൻ സംസാരിക്കുക മാഡം ഭയങ്കര ടഫായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ മേ ബി ഇതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ആ ടഫ്നെസ് ഒക്കെ. പക്ഷെ ആള് ഭയങ്കര ടേക്ക് കെയർ ആയിരുന്നു, നല്ലോണം നോക്കി, അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും കാണിക്കാൻ പറ്റി. പിന്നെ ആകെക്കൂടി കാസിൽ കയറാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം ഇനി അതിന് വേണ്ടി ജപ്പാൻ വരാൻ പറ്റില്ലല്ലോ. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം ഷോപ്പിംഗ് ചെയ്തു, നല്ല ഫുഡുകളൊക്കെ തന്നു.
ഈ മാഡത്തിനെ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും എനിക്ക് മതിയാവില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ഇത്രയും 30 കുടുംബങ്ങളെ 30 പേരെ 30 ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ 30 സ്വഭാവമാണ്. അത്രയും പേരെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. സോ ഇതാണ് നമ്മുടെ കാവാഗുച്ചി ലേക്ക്. ഇവിടെ നമ്മൾ ക്രൂസ് പോകാൻ തുടങ്ങുന്നത് 20 മിനിറ്റ് ക്രൂസാണ്. ആഫ്റ്റർ ദ ക്രൂസ് വിൽ ഗോ ഫോർ ദ കേബിൾ കാർ റൈഡ്. നമ്മൾ പോകുന്ന ഷിപ്പ് കൊക്കോ എൻസലൈൻ. ഞാൻ ആദ്യമായിട്ട് ജപ്പാന്റെ മണ്ണിനെ നമസ്കരിക്കുന്നു. ഈ ഭൂമി ദേവിയെ ഞാൻ നമസ്കരിക്കുകയാണ്. ഞാൻ അങ്ങ് ആലപ്പുഴയിൽ ജനിച്ചു. നിങ്ങൾക്ക് പലയിടത്തും എനിക്ക് സഞ്ചരിക്കാൻ പറ്റി. പക്ഷെ പലയിടം കൂടെ പല ടൂർ പാക്കേജിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ നളിനി പൊതുവാൾ മാഡത്തിന്റെ ആദ്യത്തെ ഓഫീസിൽ വെച്ച് എനിക്ക് കണ്ടപ്പോൾ സത്യത്തിൽ ബുദ്ധിമുട്ട് തോന്നി പെരുമാറ്റത്തില്. എങ്കിലും പക്ഷെ എനിക്ക് കൂടുതൽ ഇടപെട്ടപ്പോഴാണ് മനസ്സിലായത് നല്ല ഒരു കെയർ നമുക്ക് കിട്ടി. അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, സ്ട്രിക്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളിലും വളരെ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഇങ്ങനെയാണ് നല്ല ആൾക്കാര്, അതായത് നമ്മള് ഈ ചിരിച്ചു കാണിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവരെന്ന് പറയുന്നത്. എപ്പോഴും നമ്മളോട് മോശമായിട്ട് അല്ലെങ്കിൽ ക്രൂരമായിട്ട് പെരുമാറുന്ന പോലെ തോന്നുമെങ്കിലും അവരുടെ ഉള്ളു വളരെ നല്ലതാണ്. ഈ ട്രിപ്പ് എനിക്ക് വളരെ സന്തോഷകരമായിട്ട് തോന്നി. കാരണം വെള്ളം കൊടുക്കുന്ന രീതി തന്നെ, കുടിവെള്ളം ഞാൻ പല ഇതിലും പാക്കേജിലും പോയിട്ടുണ്ട്. പക്ഷെ അവരാരും കുടിവെള്ളം തന്നിട്ടില്ല. അപ്പൊ എനിക്ക് ഡ്രിങ്കിങ് വാട്ടർ കിട്ടിയത് നളിനി പൊതുവാൾ മാഡത്തിൽ നിന്നാണ്. മാഡത്തിന്റെ ആ ഒരു നടപടി എനിക്ക് സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഒരു പരിപാടി അറേഞ്ച് ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഓർഗനൈസിങ് കപ്പാസിറ്റി ഉണ്ട് മാഡത്തിന്, അതുകൊണ്ട് നടക്കുന്നു. സ്ത്രീ ആണെങ്കിലും ഒരു പുരുഷന് തുല്യമായ ശക്തി നളിനി പൊതുവാൾ മാഡത്തിനുണ്ട്. ഏതായാലും ഒരു അസറ്റാണ്, ടൂറിസം മേഖലയ്ക്ക് ഒരു അസറ്റാണ് നളിനി പൊതുവാൾ മാഡം. എന്ത് പറയണു ജപ്പാൻ ടൂറിനെ കുറിച്ച്? കൈയും കാലൊന്നും കാണിക്കപ്പാ. ഷോ Sakusagan temple, Santoji temple. So this is the entrance place of Kinkakuji temple, Adhava golden pavilion. Now this is the famous Arashima bamboo forest. നല്ല കുപ്പായിക്കുണ്ടല്ലോ. ആദ്യമായിട്ട് മാഡത്തിന് ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു. പുതിയതായിട്ട് കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. ഒരു പ്രയാസം, നാളെ മുതൽ എല്ലാവരെയും മിസ്സിങ് ആണ്. അയ്യോടാ പാവം. വളരെ സന്തോഷമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. നമ്മളുടെ ഈ ട്രിപ്പ് എല്ലാം കൊണ്ടും വളരെ നന്നായി തന്നെയാണ് നല്ല പുതുമോൾ മോഡൽ കണ്ടക്ട് ചെയ്തത്. മാഡത്തിൻ്റെ ഒരു 8-10 വർഷം മുമ്പുള്ളൊരു ബാലി ട്രിപ്പിലാണ് ഞാൻ ഈ GNSന്റെ കൂടെ തന്നെ പോയിട്ടുണ്ട്. അത് വളരെ നല്ലതായിട്ട് അന്നേ തന്നെ നമുക്ക് അഭിപ്രായമുള്ളതാണ്. എൻ്റെ ഒരു ഫാമിലി ഗ്രൂപ്പായിരുന്നു അന്ന് പോയിരുന്നത്. അതിൻ്റെ ഓർമ്മകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ വീണ്ടും നളിനി പൊതുവാളിൻ്റെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ അത് സ്പെഷ്യലായിരിക്കും, അത് എക്സലൻ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് തന്നെ ഒരു തോന്നലുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഇത് ഗ്രൂപ്പിൽ ഈ ജപ്പാൻ ടൂറിലേക്ക്, ആദ്യം നമ്മൾ ജപ്പാനല്ല വിയറ്റ്നാമുമായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് അല്ലേ, വിയറ്റ്നാമായിരുന്നു. അത് മാറ്റി ജപ്പാൻ തന്നെ ആക്കി പിന്നീട് അങ്ങനെ പോകാമെന്ന് നോക്കിയാണ് ഉണ്ടായത്. നേരത്തെ പറഞ്ഞ എല്ലാവരുടെ അഭിപ്രായങ്ങളും കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യം മാത്രമേ ഈ ഇതിൽ പറയാനുള്ളൂ. എല്ലാ കാര്യങ്ങളും വളരെ എക്സലന്റ് ആയിട്ട് നടത്തപ്പെട്ടു. അത് കൊണ്ടുപോകാനുള്ള എല്ലാ ബുദ്ധിമുട്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് അത്രയും എക്സ്പെർട്ടൈസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നന്നായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റിയതും പറ്റുന്നത്. എന്നുള്ളത് എനിക്കറിയാം, ഞങ്ങൾക്ക് 2 തവണ പോയിട്ടുള്ള അനുഭവമുണ്ട്. പിന്നെ ബിന്ദു അതങ്ങ് ഏറ്റു, അങ്ങനെ ബുക്ക് ചെയ്തു. ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തു എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. പല ആൾക്കാരും പലതിലും പോയിട്ട് പറഞ്ഞുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ ആരും GNSനെ പറ്റി പറഞ്ഞിട്ടില്ല. എനിക്കറിയാം, ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് ഇതിലൊക്കെ പോയിട്ട് ഭയങ്കര സോമനസിലായിട്ടും വയറിന് വാസുഖം പിടിച്ചു. അങ്ങനെ എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല.
ഒക്കത്തിന് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മുടെ റൂം ചെറുതായത് ടോക്കിയോയിൽ ഞാൻ ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ ഫുള്ള് എല്ലായിടത്തും റൂമൊക്കെ ഇങ്ങനെ ചെറിയതൊക്കെ തന്നെ കാണുന്നത്. പക്ഷെ എല്ലാ ഫുഡിന്റെ കാര്യത്തിൽ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡൊക്കെ നമുക്ക് ഇത്രയും അറേഞ്ച് ചെയ്ത് തരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ മാഡം അത്രയും നമ്മളെ കെയർ ചെയ്തു. നല്ലൊരു എന്താ പറയുക ഡീസന്റ് ഗ്രൂപ്പായിട്ടാണ് നമ്മളെ കൊണ്ട് കൊണ്ടുപോയിരിക്കുന്നത്. Bye.